പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാമത്തെ 100 ദിന കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏകദേശം 13,013 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. അതിൽ 1070 പദ്ധതികളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. LDF സർക്കാർ തുടർ ഭരണത്തിന് ശേഷം ഈ 4ാമത്തെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഏകദേശം 47 വകുപ്പുകളിലായിട്ടാണ് ഒക്ടോബർ 22 വരെ നടക്കുന്ന ഈ 100 ദിന കർമ്മ പരിപാടികളിൽ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികൾ. 1070 പദ്ധതികളാണ് മൊത്തം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2,59,000 പേർക്ക് തൊഴിൽ കിട്ടുന്ന രീതിയിലാണ് ഈ പദ്ധതി വിപുലമായി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ പദ്ധതികളിൽ ആദ്യം തന്നെ 706 പദ്ധതികൾ ഉദ്ഘാടനം ഉടനെ തന്നെ ഉണ്ടാവും. 63 റോഡുകളും 11 കെട്ടിടങ്ങളും 9 പാലങ്ങളും എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ പണികളുടെ പൂർത്തിയായതിന്റെ ഈ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉദ്ഘാടനം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. 364 പദ്ധതിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും പറഞ്ഞു. ഏകദേശം 30,000 പട്ടയ വിതരണം ഈ 100 ദിവസത്തെ കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്നതാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ 10,000 വീടുകൾ കൊടുക്കും. 2,50,000-ഓളം വരുന്ന തൊഴിൽ ദാതാക്കളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും ഈ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കോട്ടയത്തെ അക്ഷര ടൂറിസം ഹബ്ബും, തിരുവനന്തപുരത്ത് സോളാർ സിറ്റിയും, പൂജപ്പുരത്ത് വനിതാ പോളിടെക്നിക്കും, മുഴുപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് വികസനവും, ശ്രീനാരായണ ഗുരു ഡിജിറ്റൽ മ്യൂസിയം, 250 MPI ഫ്രാഞ്ചൈസികളും എന്നിവയൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ചെയ്യുന്നതേ പറയൂ, പറയുന്നത് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്.